ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു കുറുമയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി നമുക്കിവിടെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകൊക്കെ നന്നായി ചിക്കനിൽ പിടിക്കണം. അതിന് വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറങ്ങ് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഏലക്കായ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും. ഇനി ഈ സവാളയും പച്ചമുളകും നന്നായി ഒന്ന് വാടണം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകിൻ്റെയൊക്കെ ചെറിയൊരു കുത്ത് പോകണം. അതുവരെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഈ മസാലകളൊക്കെ നന്നായി നമുക്ക് ഇതിൽ നിന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് മൂടി വേവിക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി തക്കാളി വേവിക്കാൻ വേണ്ടി നമുക്കിവിടെ അടച്ച് വെക്കാം. ഇപ്പം തക്കാളി ഒന്ന് ചെറുതായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ച് ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കനിലേക്ക് മസാലകളൊക്കെ പിടിക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ അതുപോലെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്തിട്ട് ഇനി നമുക്ക് ചിക്കനും തൈരും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനും തൈരൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ചൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ ചിക്കൻ ഒരു 5 മിനിറ്റ് അടുപ്പത്തായതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 മുറി തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് വെച്ച് ചിക്കൻ ഒരു 10-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ പാകത്തിന് വേവൊക്കെ ആയിട്ടുണ്ട്, ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരണം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ കുറച്ച് 1ാം പാൽ ചേർത്തിട്ടുള്ളൂ. അധികം 1ാം പാൽ ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലിനി ചെറിയ ഉള്ളിയൊക്കെ വറുത്തിടുന്ന ആൾക്കാർക്ക് വറുത്തിടാം. ഞാനിപ്പോൾ ഇവിടെ വറുത്തിട്ടിട്ടില്ല. അപ്പം ഞാനിവിടെ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.